പ്രബ് സ്കെയിലിലേക്ക് സ്വാഗതം. LP-UP ക്ലാസ്സുകളും LDC ക്ലാസ്സുകളൊക്കെ നടന്നു വരികയാണ്. ഈ അവസരത്തിൽ പ്രബ് സ്കെയിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രമുഖ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. തകഴിയെ ഒക്കെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഭാഗത്തിൽ ഇന്ന് MT വാസുദേവൻ നായരെയാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി മലയാളികളുടെ ജീവിതത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമാണ്. മലയാളത്തിൻ്റെ പുണ്യമെന്നോ മലയാളത്തിൻ്റെ സുഹൃതമെന്നോ ഒക്കെ പറയാവുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. കഴിഞ്ഞ കുറേ കാലമായി മലയാളത്തിലൂടെ പരന്നൊഴുകിയ അക്ഷരങ്ങളുടെ നിളാപ്രവാഹത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അല്പം സംവദിക്കാം. അദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ച്, ചെറുകഥകളെക്കുറിച്ച്, തിരക്കഥകളെക്കുറിച്ച്, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള രചനകളെക്കുറിച്ച് എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബ് സ്കെയിലിൻ്റെ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന വിഭാഗത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. MT എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത്, അധ്യാപകൻ, പത്രാധിപർ, പരിസ്ഥിതിവാദി എന്നീ നിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് MT വാസുദേവൻ നായർ. ഒരുപക്ഷെ 4ാമത് ജ്ഞാനപീഠം മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും MT ആണ്. നമുക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം തന്നെ അത് മലയാള ഭാഷയ്ക്കാണ് ലഭിച്ചത്. ഈ അവസരത്തിൽ മറ്റ് ജ്ഞാനപീഠ ജേതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. 1965 1ാമത് ജ്ഞാനപീഠം ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് മലയാളികൾക്കേറെ അഭിമാനമായ കാര്യമാണ്. 1980 2ാമത് ജ്ഞാനപീഠം ലഭിക്കുന്നത് SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ്. ഒരുപക്ഷെ മുൻപ് ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചതുപോലെ മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. കാരണം ഓടക്കുഴൽ കവിതാ സമാഹാരമാണ്. 3ാമത്തെ ജ്ഞാനപീഠം ലഭിക്കുന്നത് 1984 തകഴിക്കാണ്. തകഴിയുടെ കയർ എന്ന കൃതിയെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് 3ാമത് ജ്ഞാനപീഠം കിട്ടുന്നത്. 4ാമത് ജ്ഞാനപീഠം കിട്ടുന്നത് 1995 MTക്കാണ്. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ്. 2007 ONVക്കാണ് അടുത്ത ജ്ഞാനപീഠം ലഭിക്കുന്നത്. ONVക്കാണ്. 2019 അക്കിത്തത്തിനും ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ 6 മലയാളികൾക്കാണ് ഇതിനകം തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ MT വാസുദേവൻ നായർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും കാലേവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അപ്പോൾ 95 ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾക്കും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമെല്ലാം രാഷ്ട്രം അദ്ദേഹത്തിന് 2005 പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ പേരിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ശൂരനാട്ട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ഈ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത്. 2011 MTക്കും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സിനിമാ മേഖലയിൽ ഇദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് അടിസ്ഥാനമാക്കിയാണ് 2013
JC ഡാനിയൽ പുരസ്കാരവും എം ടിക്ക് ലഭിക്കുന്നത്. പല അപരനാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതെല്ലാമാണ് എം ടിയുടെ അപരനാമങ്ങൾ എന്ന് പരിശോധിക്കാം. നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് എം ടി ആണ്. നിളയുടെ കഥാകാരൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും നിളാനദി ഒരു കഥാപാത്രമാണ്. വലിയ സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളാനദിയാണ് എന്ന് പറയുന്ന എം ടി അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിളാനദി ഒരു പ്രധാന കഥാപാത്രമാവുന്നു. അങ്ങനെ നാം എം ടിയെ നിളയുടെ കഥാകാരൻ എന്ന അപരനാമധേയത്തിലൂടെ അറിയപ്പെടുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ കൂടല്ലൂരാണ്. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഈ ദേശം, കൂടല്ലൂർ എന്ന ദേശം മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയതും എം ടി ആണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നതും എം ടി ആണ്, അല്ലേ? നോബൽ സമ്മാന ജേതാവായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. കിഴവനും കടലും പോലുള്ള വിഖ്യാതമായ കൃതികളിലൂടെ ലോകമറിയപ്പെടുന്ന ആളാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അതേപോലെ തന്നെ മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി തുടങ്ങിയ രചനകളിലൂടെ ലോകത്തെ വളരെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന സാഹിത്യകാരനായ ഹെമിംഗ്വേയോട്, അദ്ദേഹത്തിൻ്റെ രചനകളോട്, അദ്ദേഹത്തിൻ്റെ എഴുത്തു രീതികളോട് എം ടിയുടെ രചനകൾക്കുള്ള സാദൃശ്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹെമിംഗ്വേയുടെ പേരിൽ ഒരു പുസ്തകം തന്നെ എം ടി എഴുതിയിട്ടുണ്ട്, ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന പേരിൽ. അങ്ങനെ എം ടിയെ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഹെമിംഗ്വേ എന്ന് അറിയപ്പെടുന്നു. മലയാളത്തിലെ പെരുന്തച്ചൻ എന്നറിയപ്പെടുന്നതും എം ടി ആണ്. കഥയുടെ ലോകത്തിലെ പെരുന്തച്ചൻ, സാഹിത്യത്തിലെ പെരുന്തച്ചൻ എന്നറിയപ്പെടുന്നതും അങ്ങനെയുള്ളൊരു അപരനാമധേയത്തിൽ അറിയപ്പെടുന്നതും എം ടി ആണ്. ഇനി കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹം മാസികകളിൽ ബാലപംക്തി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ എം ടി എന്ന പേരിലല്ല എഴുതിയിരുന്നത്, കെ സരള എന്ന പേരിൽ അല്ലെങ്കിൽ ആ തൂലികാനാമം ഉപയോഗിച്ചാണ് എം ടി രചന നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനി എം ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിറയുന്നത് കുറേ നോവലുകളാണ്. നമുക്കാദ്യമായി അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ ഒന്ന് കടന്നു പോവാം. നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ. നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1959 അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലിന് തന്നെ, അതൊരു വലിയ കാര്യമാണ്. ഒരു നോവലിസ്റ്റിൻ്റെ ആദ്യ നോവലിന് തന്നെ എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയാണ്. തകർന്നടിയുന്ന ഒരു തറവാടിൻ്റെ കഥ പറയുന്ന നോവലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അപ്പുണ്ണിയാണ്. മത്സര പരീക്ഷകളിലൊക്കെ ചോദ്യമായി വരാറുണ്ട്, അപ്പുണ്ണി എന്ന കഥാപാത്രം എം ടിയുടെ ഏത് നോവലിലാണ് എന്ന് ചോദിച്ചാൽ അത് നാലുകെട്ട് എന്ന നോവലിലാണ്. സമാനമായ മറ്റൊരു കഥാപാത്രമുണ്ട്, അപ്പുക്കിളിയാണ്. അതൊരു കാർട്ടൂൺ കഥാപാത്രമാണ്. അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ്, അപ്പുണ്ണി നാലുകെട്ടിലുമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും എന്ന് വിചാരിക്കുകയാണ്. അതേപോലെ കോന്തുണ്ണി നായർ, പാറുക്കുട്ടി, സെയ്താലിക്കുട്ടി, ശങ്കരൻ നായർ തുടങ്ങിയവരാണ്. ഈ മത്സര പരീക്ഷകളിലെല്ലാം തന്നെ കഥാപാത്രങ്ങൾ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. ആദ്യ നോവൽ ആയിട്ട് കണക്കാക്കുന്നത് പാതിരാവും പകൽ വെളിച്ചവുമാണ്. പക്ഷേ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് എന്നുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഗോപി, ഫാത്തിമ, മൊയ്തീൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത്, പാതിരാവും പകൽ വെളിച്ചവും. ഈ പാതിരാവും പകൽ വെളിച്ചവും എന്നുള്ളത് സിനിമയായിട്ടുണ്ട്. സംവിധാനം ചെയ്തത് ആസാദാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് പാതിരാവും പകൽ വെളിച്ചവും. അടുത്തത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതിയാണ് അസുരവിത്ത്. 1962 അസുരവിത്ത് പുറത്തിറങ്ങുന്നത്. കൂടല്ലൂർ ഗ്രാമത്തിൻ്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. കൂടല്ലൂർ ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ജന്മഗ്രാമത്തിൻ്റെ കഥ പറയുന്ന ഒരു കൃതിയാണത്. അസുരവിത്ത് 1962 പുറത്തിറങ്ങുന്ന നോവലാണ്. കൂടല്ലൂർ ഗ്രാമക്കാരുടെ കഥ പറയുകയാണ് എം ടി ചെയ്യുന്നത്. തൻ്റെ ജന്മഗ്രാമമായ കൂടല്ലൂരിൻ്റെ കഥ പറയുകയാണ് ചെയ്യുന്നത്. അതിൽ കിഴക്കേമുറി ഗ്രാമം, മലയാള നോവൽ സാഹിത്യത്തിൽ
കിഴക്കേ മുറി ഗ്രാമം അടയാളപ്പെടുത്തിയതും ഈ നോവലിലൂടെയാണ്. നമുക്കറിയാം, ചില ഗ്രാമങ്ങളുടെ പേരിൽ, ചില ദേശങ്ങളുടെ പേരിൽ എഴുത്തുകാർ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാടിൻ്റെ പേരിൽ പ്രശസ്തനാണല്ലോ തകഴി. അദ്ദേഹത്തെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിലെ മറ്റൊരു പ്രശസ്ത നോവലിസ്റ്റായ എം മുകുന്ദൻ, അദ്ദേഹം മയ്യഴിയുടെ കഥാകാരനാണ് അല്ലേ. കോക്കാഞ്ചിറ എന്ന ഗ്രാമം പരിചയപ്പെടുത്തിയത് സാറാ ജോസഫാണ്. അതേപോലെ തന്നെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന വിഖ്യാത നോവലിലൂടെ തക്ഷൻകുന്ന് ഗ്രാമം അടയാളപ്പെടുത്തിയത് UK കുമാരനാണ്. തൃക്കട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് UA ഖാദറാണ് അല്ലേ. കണ്ടാണശ്ശേരി ഗ്രാമത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് കോവിലനാണ്. ഇങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ എഴുത്തുകാരിലൂടെ പ്രശസ്തമായിട്ടുണ്ട്. കോക്കാഞ്ചിറ എന്ന ഗ്രാമം ഈ അടുത്ത കാലത്ത് എവിടെയോ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് ഓർക്കുന്നുമുണ്ട്. ഇവിടെ കിഴക്കേമുറി ഗ്രാമം ശ്രദ്ധിക്കേണ്ടതാണ്. അസുരവിത്തിലൂടെയാണ് ഈ ഗ്രാമം പ്രസിദ്ധമാകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. കുഞ്ഞരയ്ക്കാർ, രാജമ്മ, ശേഖരൻ നായർ, തിത്തുമ്മ, മീനാക്ഷി എന്നിവരെല്ലാം അസുരവിത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഈ നോവൽ സിനിമയായിട്ടുണ്ട്. ഇത് സംവിധാനം ചെയ്തത് വിൻസെൻ്റാണ്. അസുരവിത്ത് സംവിധാനം ചെയ്തത് വിൻസെൻ്റാണ്. ഇതിലെ ഒരു സംഭാഷണം നിങ്ങൾക്കറിയാം. നോവലിലെ സംഭാഷണങ്ങൾ പലപ്പോഴും ചോദ്യമായി വരാറുണ്ട്. അസുരവിത്തിലെ ഒരു സംഭാഷണം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി മാത്രം യാത്ര ആരംഭിക്കുന്നു എന്ന പ്രസിദ്ധമായ സംഭാഷണ ശകലം ഏതിലേതാണ്? അസുരവിത്ത് എന്ന നോവലിലേതാണ്. അടുത്തത് കാലം. 1969 കാലം എന്ന നോവൽ പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ 1969 മലയാള നോവൽ സാഹിത്യത്തിൽ നിർണായകമായൊരു വർഷമാണ്. ഒരുപാട് നോവലുകൾ പുറത്തു വന്നൊരു കൊല്ലമാണ് 1969. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പുറത്തിറങ്ങുന്നതും 1969. അപ്പോൾ നോവലുകളുടെ ഒരു പൂക്കാലമായിരുന്നു 1969 എന്ന് പറയാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ MTയുടെ നോവലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച MTയുടെ നോവലാണ് കാലം എന്നുള്ളത് ശ്രദ്ധേയമാണ്. 1970 കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട കഥാപാത്രം സേതുവാണ്. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ ഒരു കഥാപാത്രമാണ് സേതു. അതേപോലെ സുമിത്ര, ലളിത, ഇന്ദ്രജിത്ത് എന്നിവരെല്ലാം ഈ വിഖ്യാത നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇതിൽ പ്രസിദ്ധമായൊരു സംഭാഷണ ശകലമുണ്ട്. സേതുവിന് ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, അത് സേതുവിനോട് മാത്രം എന്ന സംഭാഷണം വളരെ പ്രസിദ്ധമാണ്. അടുത്തത് 1964 പുറത്തിറങ്ങുന്ന മഞ്ഞാണ്. ഇത് മത്സര പരീക്ഷകളിൽ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു നോവലാണ് മഞ്ഞ്. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബോധധാരാ നോവലാണ് മഞ്ഞ് അല്ലേ. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബോധധാരാ നോവലാണ് മഞ്ഞ്. എന്താണ് ബോധധാരാ നോവൽ? ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മാത്രം സൃഷ്ടിച്ച് ആ കഥാപാത്രത്തിൻ്റെ വിചാരങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമെല്ലാം നോവൽ മുന്നോട്ട് പോകുന്ന രചനാ സങ്കേതമാണ് ബോധധാരാ നോവൽ എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവൽ പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതനാണ്. സൈമൺ എന്ന് പറയുന്ന ഒരു കുട്ടിയിലൂടെയാണ് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മേഖലയിൽ, ബോധധാരാ സാഹിത്യ മേഖലയിൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് മഞ്ഞ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നാലുകെട്ടും അസുരവിത്തും കാലവുമെല്ലാം കേരളീയമായ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതികളാണ്. എന്നാൽ മഞ്ഞിൻ്റെ ഒരു പ്രത്യേകത, അത് കേരള ബാഹ്യമായ പശ്ചാത്തലത്തിലാണ്. ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ, അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മലയാളത്തിലെ ഒരു നോവലാണ് ഏത്? നൈനിത്താൾ. ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ, അല്ലെങ്കിൽ അവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളത് പ്രസിദ്ധമാണ്. അപ്പോൾ കേരള ബാഹ്യമായ പശ്ചാത്തലത്തിലാണ് മഞ്ഞ് എന്ന നോവൽ പൂർണ്ണമാകുന്നത് അല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വിമല ടീച്ചർ.
നൈനിറ്റാളിലെ ഒരു ബോർഡിംഗ് സ്കൂൾ അധ്യാപികയാണ് വിമല ടീച്ചർ. മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് വിമല ടീച്ചർ. അതേപോലെ അമർ സിംഗ്, വെള്ളാരം കണ്ണുകളുള്ള ബുദ്ധു, രശ്മി വാജ്പേയി, സുധീർ കുമാർ മിശ്ര എന്നീ കഥാപാത്രങ്ങളെല്ലാം നോവലിലേക്ക് കടന്നു വരുന്നത് വിമല ടീച്ചറുടെ ചിന്തകളിലൂടെയാണ് എന്നുള്ളത് രചനയിലെ പ്രത്യേകതയാണ്. 1983 മഞ്ഞ് ചലച്ചിത്രമായുണ്ടായി. ആ ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് MT തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ഞ് സിനിമയായിട്ടുണ്ട്. അതിൻ്റെ സംവിധാനവും തിരക്കഥയും MT തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഈ നോവലിലെ ചില സംഭാഷണങ്ങൾ മുൻപ് പരാമർശിക്കപ്പെട്ടതാണ്. അതിലൊന്ന് വരും വരാതിരിക്കില്ല എന്ന സംഭാഷണം ഈ നോവലിലേതാണ്. വരും വരാതിരിക്കില്ല അല്ലേ? പ്രതീക്ഷാനിർഭരമായ ഒരു സംഭാഷണമാണത്. ബുദ്ധു അയാളുടെ പിതാവിനെ കാത്തിരിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട് വരും വരാതിരിക്കില്ല എന്ന്. വിമല ടീച്ചർ സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്നു. രശ്മി വാജ്പേയി തൻ്റെ കാമുകനെ കാത്തിരിക്കുന്നു. സർദാർജി മരണത്തെ കാത്തിരിക്കുന്നു. എല്ലാവരും പറയുന്നു വരും വരാതിരിക്കില്ല എന്ന്. മറ്റൊരു സംഭാഷണമാണ് പിന്നെ ടീച്ചർജി ഒരപേക്ഷ, ഇടയ്ക്കൊന്ന് ചിരിക്കണം, ഇല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും എന്ന സംഭാഷണവും മഞ്ഞിലേതാണ്. ജീവിതം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന സർദാർജിയുടെ സംഭാഷണവും ഈ നോവലിലാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കബാഭാത്തയുടെ സ്നോ കൺട്രി എന്ന നോവലുമായിട്ട് ഈ കൃതിക്ക് ബന്ധമുണ്ട് എന്നെല്ലാം ചില അഭിപ്രായങ്ങൾ സാഹിത്യ ലോകത്ത് ഉണ്ടായിട്ടുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് രണ്ടാമൂഴം. മഹാഭാരതത്തെ ഉപജീവിച്ചുകൊണ്ട് മലയാളത്തിലുണ്ടായ പ്രസിദ്ധമായ ഒരു നോവലാണ് രണ്ടാമൂഴം. നമുക്കറിയാം, മഹാഭാരതത്തെ ആശ്രയിച്ച് VS ഖണ്ഡേക്കറുടെ യയാതി വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലും വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ മഹാഭാരതത്തെ ആശ്രയിച്ചുണ്ടായ ഒരു പ്രസിദ്ധ നോവലാണ് രണ്ടാമൂഴം. 1985 വയലാർ അവാർഡ് ലഭിച്ച MTയുടെ നോവലുമാണ് രണ്ടാമൂഴം. അതിൽ ഭീമനാണ് മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇതൊരു സിനിമയായി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്തെല്ലാമോ സാങ്കേതികമായ പ്രശ്നങ്ങളിൽപ്പെട്ട് അത് നിൽക്കുകയാണ്. ഏതായാലും രണ്ടാമൂഴം സിനിമയായിട്ട് കാണാനുള്ള ഭാഗ്യം മലയാളികൾക്കുണ്ടാവുക തന്നെ ചെയ്യും. അടുത്തത് അദ്ദേഹത്തിൻ്റെ കൃതി വാരാണസിയാണ്. ആത്മീയ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു നോവലാണ് വാരാണസി. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സുധാകരനാണ്. ഈ കൃതി N. ഗോപാലകൃഷ്ണൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും ഇത്തരുണത്തിൽ അറിയേണ്ടതാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയിട്ടുണ്ട്. വാരാണസി എന്ന വളരെ പ്രസിദ്ധമായ MTയുടെ നോവൽ നമ്മൾ അറിയേണ്ടതാണ്. അടുത്തത് അറബിപ്പൊന്നാണ്. ഇത് മലയാളത്തിലെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു. 2 പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന് അല്ലേ? MTയും NPയും ചേർന്ന് എഴുതിയ ഒരു നോവലാണ് അറബിപ്പൊന്ന്. സ്വർണ്ണ വ്യാപാരത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് രചിച്ച ഒരു നോവലാണ് അറബിപ്പൊന്ന്. അതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് കോയയാണ്. അതിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് അല്ലേ? ഇത് ഈ ഒരു പരീക്ഷണം, 2 നോവലിസ്റ്റുകൾ ചേർന്ന് ഒരു നോവൽ എഴുതുക എന്നുള്ള പരീക്ഷണം മലയാളത്തിൽ പിന്നീട് വിജയിക്കുകയുണ്ടായി. ആ മേഖലയിലുണ്ടായിട്ടുള്ള കൃതികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇവിടെ അമാവാസി എന്ന നോവൽ 2 പേർ ചേർന്ന് എഴുതിയതാണ്. മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും ചേർന്ന് എഴുതിയ നോവലാണ് അമാവാസി. നവഗ്രഹങ്ങളുടെ തടവറ സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നെഴുതിയ നോവലാണ്. കവാടം മാധവിക്കുട്ടിയും സുലോചന നാലാപ്പാടും ചേർന്ന് എഴുതിയ നോവലാണ്. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് MTയും NPയും ചേർന്നെഴുതിയ അറബിപ്പൊന്ന് വൻ വിജയമായിരുന്നു. ആ മേഖലയിലുണ്ടായിട്ടുള്ള മലയാളത്തിലെ മറ്റ്
രചനകളാണ്. അടുത്തത് എം ടിയുടെ നോവലാണ് വിലാപയാത്ര. ജീവിതയാത്രയാണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത്. രാജൻ, അപ്പു, കുട്ടേട്ടൻ, ഉണ്ണി എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. ഇനി എം ടിയുടെ നോവൽ പോലെ തന്നെ എം ടിയുടെ ശ്രദ്ധേയമായ ചെറുകഥകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ ആത്മാവ് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും നല്ല ചെറുകഥകളിലൊന്നാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം മലയാളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണ്. ഭ്രാന്തൻ വേലായുധൻ, എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലയ്ക്കിടൂ എന്ന് വിളിച്ചു പറയുന്ന ഭ്രാന്തൻ വേലായുധൻ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു അനശ്വര കഥാപാത്രമാണ്. അതേപോലെ അമ്മുക്കുട്ടി, അച്യുതൻ നായർ, ഗോപി, ശങ്കരൻകുട്ടി എന്നിവരെല്ലാം ഈ പ്രസിദ്ധമായ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഇത് ചലച്ചിത്രമാവുകയുണ്ടായി 1967. അതിൻ്റെ തിരക്കഥ എം ടി തന്നെയാണ്. മികച്ച സാമൂഹ്യ ക്ഷേമത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം കിട്ടിയ എം ടി തിരക്കഥ എഴുതിയ സിനിമയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് അല്ലേ. ജോസഫ് കോർണാഡിൻ്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിയുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്ന് നിരൂപകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും ശ്രദ്ധേയമാണ്. അടുത്ത ഒരു കഥയുണ്ട്, ഓളവും തീരവും. ഇത് ചലച്ചിത്രമാവുകയുണ്ടായി. PN മേനോനാണ് ഇത് സംവിധാനം ചെയ്തത്. PN മേനോൻ. ഇതിൻ്റെ തിരക്കഥ രചിച്ചതും എം ടി തന്നെയാണ്. ഓളവും തീരവും എന്നുള്ള ചലച്ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത സ്റ്റുഡിയോയിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകതയാണ്. സ്റ്റുഡിയോയിൽ നിന്ന് പൂർണ്ണമായും ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യത്തെ സിനിമ എന്നുള്ള നിലയിൽ ഓളവും തീരവും ശ്രദ്ധേയമാണ്. അടുത്ത മറ്റ് കഥകൾ, ഒന്ന് കുട്ടിയടത്തി, പതനം, സ്വർഗം തുറക്കുന്ന സമയം, ദാറുസ്സലാം, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ, ഓപ്പോൾ, വിത്തുകൾ, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, കാഴ്ച. ഇതെല്ലാം എം ടിയുടെ മനോഹരങ്ങളായ ചെറുകഥകളാണ്. ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ടതുമാണ്. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ, പെരുമഴയുടെ പിറ്റേന്ന്, മരണം, അഭയം, വാരിക്കുഴി, ബന്ധനം, വാനപ്രസ്ഥം, രക്തം പുരണ്ട മണന്തരികൾ ഇവയെല്ലാം തന്നെ എം ടിയുടെ മറ്റു പ്രസിദ്ധങ്ങളായ ചെറുകഥകളാണ്. കളിവീട്, ഷർലക്ക്, നിന്റെ ഓർമ്മയ്ക്ക്, വിൽപ്പന, കൽപ്പാന്തം, നീലക്കടലാസ്, ശത്രു, നുറുങ്ങുന്ന ശൃംഖലകൾ, കർക്കടകം, കറുത്ത ചന്ദ്രൻ എന്നിവ ഇദ്ദേഹത്തിൻ്റെ മറ്റു കഥകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്നുണ്ട്. ന്യൂയോർക്ക് ഹെറാൾഡ് സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൽ സമ്മാനം നേടിയ എം ടിയുടെ കഥയാണ് വളർത്തു മൃഗങ്ങൾ. അത് മാതൃഭൂമിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ആ മത്സരത്തിൽ, ലോക ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചതും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. മറ്റൊരു സിനിമയാണ് നിർമാല്യം. നിർമാല്യ സിനിമയ്ക്ക് ആധാരമായി എം ടിയുടെ കഥ പള്ളിവാളും കാൽച്ചിലമ്പുമാണ്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് നിർമാല്യം എന്ന സിനിമ പുറത്തിറങ്ങുന്നത് 1973. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും എം ടി തന്നെയായിരുന്നു. ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമയുമാണ് ഏത്, നിർമാല്യം അല്ലേ. അതേപോലെ തന്നെ നിർമാല്യത്തിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കുണ്ട് മറ്റൊരു പ്രത്യേകത, PJ ആൻ്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. PJ ആൻ്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നതും നിർമാല്യം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ഈ PJ ആൻ്റണി അവതരിപ്പിച്ച കഥാപാത്രമാണ് വെളിച്ചപ്പാട് അല്ലേ. ഈ സിനിമയിലെ ഗാനരചന നിർവഹിച്ചത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഇടശ്ശേരിയുമാണ്. ഇനി തിരക്കഥകൾ, 50-ലേറെ തിരക്കഥകൾ, 50-ലധികം തിരക്കഥകൾ എം ടി രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന ചില തിരക്കഥകളെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം.
ഓളവും തീരവും, സുഹൃതം, പെരുന്തച്ഛൻ, മുറപ്പെണ്ണ്, നഗരമേ നന്ദി, പകൽക്കിനാവ്, കുട്ടിയടത്തി, എവിടെയോ ഒരു ശത്രു, പഞ്ചാഗ്നി, അമൃതംഗമയ, ആൾക്കൂട്ടത്തിൽ തനിയെ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായിട്ടുള്ള തിരക്കഥകളാണ്. ഉയരങ്ങളിൽ പരിണയം, പരിണയമെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയതാണ്. ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥയ്ക്കും ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലേ. അതേപോലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, അസുരവിത്ത്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, വെള്ളം, നഖക്ഷതങ്ങൾ. നഖക്ഷതങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മോനിഷയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയാണ് നഖക്ഷതങ്ങൾ. ആരൂഢം, അടിയൊഴുക്കുകൾ, ഋതുഭേദം, വൈശാലി, പഴശ്ശിരാജ, നീലത്താമര, സതയം, ഒരു ചെറുപുഞ്ചിരി അല്ലേ. സതയവും ഒരു ചെറുപുഞ്ചിരിയുമൊക്കെ ശ്രദ്ധിക്കണം. സതയത്തിനും തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയതാണ്. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറുപുഞ്ചിരിയും ശ്രദ്ധേയമാണ്. അടുത്തത് കുട്ടിയടത്തി എന്ന സിനിമ സംവിധാനം ചെയ്തത് PN മേനോനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ സിനിമയാണ് കുട്ടിയടത്തി. അത് സംവിധാനം ചെയ്തത് PN മേനോനാണ്. വാരിക്കുഴി മറ്റൊരു ചലച്ചിത്രമാണ്. അത് സംവിധാനം ചെയ്തത് MT വാസുദേവൻ നായർ തന്നെയാണ്. വാനപ്രസ്ഥം ഏതു പേരിൽ സിനിമയായി എന്ന് ചോദിച്ചാൽ തീർത്ഥാടനം എന്ന പേരിലാണ് വാനപ്രസ്ഥം എന്ന കഥാ സിനിമയായത്. തീർത്ഥാടനം എന്ന പേരിലാണ്. അതിലെ 2 കഥാപാത്രങ്ങൾ വിനോദിനിയും കരുണാകരനുമാണ്. അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ് ഇതിൽ പ്രമേയമാവുന്നത്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച MTയുടെ കഥ കൂടിയാണ് ഏത് വാനപ്രസ്ഥം എന്നുള്ളത്. അതേപോലെ MTയുടെ ആദ്യ കഥാസമാഹാരം എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധേയമായ കൃതിയാണ് രക്തം പുരണ്ട മൺതരികൾ. അദ്ദേഹത്തിൻ്റെ മറ്റു ചില ചെറുകഥകളുടെ സവിശേഷതകൾ പരിശോധിക്കാം. അമേരിക്കൻ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന കഥയാണ് ഷെർലക്ക് എന്നത്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാപാത്രം അതിലെ വളരെ പ്രസിദ്ധമായൊരു കഥാപാത്രമാണ് ലീല എന്നുള്ളത്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയെക്കുറിച്ച് MT പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയാണ്. വീട്ടിലെ ചില വിഷയങ്ങളാണ്. അച്ഛൻ്റെ കൂടെ സിലോണിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാമാണ് ആ കഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയാണ് അടിസ്ഥാനം അല്ലേ. ജോമോൾ അഭിനയിച്ച എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയ്ക്ക് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. ക്രിസ്തീയ പശ്ചാത്തലമുള്ള കഥയാണ് അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ. വളരെ പ്രസിദ്ധമാണ്. ബോംബെയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് പെരുമഴയുടെ പിറ്റേന്ന് എന്നുള്ളത്. ബോംബെ പശ്ചാത്തലമാണ്. പരിസ്ഥിതി വിഷയം പ്രാധാന്യമായിട്ടുള്ളൊരു കൃതിയാണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. പരിസ്ഥിതിയാണ് അതിൽ പ്രതിപാദ്യ വിഷയം. MT ആദ്യ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഓളവും തീരവും എന്ന കൃതിക്കാണ്. MTക്ക് ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത് ഓളവും തീരവും എന്ന കൃതിക്കാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പരിണയം എന്ന സിനിമയ്ക്ക് കുറിയെടുത്ത് താത്രിക്കുട്ടിയുടെ കഥയാണ്. പരിണയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയ തിരക്കഥയാണ് പരിണയം. പെരുന്തച്ഛൻ സംവിധാനം ചെയ്തത് അജയനാണ്. ഇദ്ദേഹത്തിൻ്റെ പെരുന്തച്ഛൻ എന്ന കഥ സംവിധാനം ചെയ്തത് അജയനാണ്. MTയുടെ ആദ്യ തിരക്കഥ എന്നുള്ള നിലയ്ക്ക് മുറപ്പെണ്ണ് പ്രസിദ്ധമാണ് അല്ലേ. MTയുടെ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ്. അത് വിൻസെൻ്റാണ് സംവിധാനം ചെയ്തത്. MTയുടെ തിരക്കഥയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരിഹരനാണ്. ഹരിഹരൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് MT ഏറ്റവും കൂടുതൽ തിരക്കഥകൾ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത സിനിമയാണ് നീലത്താമര അല്ലേ. MT ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. മോഹിനിയാട്ടം എന്ന കലാരൂപത്തെക്കുറിച്ചും തകഴിയെക്കുറിച്ചുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി പ്രസിദ്ധമാണ്. MT ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ പേര് ഗോപുരനടയിൽ എന്നാണ്. MT എഴുതിയ നാടകം ഗോപുരനടയിൽ. അദ്ദേഹം ഒരേ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ, ഗോപുരനടയിൽ. അതിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുമുണ്ടായി. ഇത് വളരെ പ്രസിദ്ധമാണ് ഗോപുരനടയിൽ. ലേഖനങ്ങൾ കാതികൻ്റെ പണിപ്പുര, കാതികൻ്റെ കല, ഹെമിംഗ്വേ ഒരു മുഖപുര
എന്നിവ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൃതികളാണ് കാതികൻ്റെ പണിപ്പുര, കാതികൻ്റെ കല, ഹെമിംഗ്വേ ഒരു മുഖപുര എന്നുള്ളത്. ഇനി യാത്രാവിവരണത്തിൻ്റെ മേഖലയിൽ MTയുടെ സംഭാവനകൾ എന്തെല്ലാമാണ്? ആൾക്കൂട്ടത്തിൽ തനിയെ അദ്ദേഹം അമേരിക്കയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. വൻകടലിലെ തുഴവള്ളക്കാർ എന്നുള്ളതും അദ്ദേഹം ചൈനയിൽ നടത്തിയ യാത്രാവിവരണ കൃതിയാണ്. മനുഷ്യർ നിഴലുകൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണ കൃതിയാണ്. അത് അദ്ദേഹം യൂറോപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി എഴുതപ്പെട്ടിട്ടുള്ള യാത്രാവിവരണ കൃതിയാണ്. ജാലകങ്ങളും കവാടങ്ങളും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. ജാലകങ്ങളും കവാടങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ്. നമുക്കറിയാം, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നുള്ള നിലയ്ക്കും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. MT സംവിധാനം ചെയ്ത സിനിമകൾ: നിർമാല്യം 1973, മഞ്ഞ് 1982 പുറത്തിറങ്ങുന്നത്. കടവ് ശ്രദ്ധിക്കേണ്ടതാണ്, ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു സിനിമയാണ് കടവ്. SK പൊറ്റക്കാടിൻ്റെ കടത്തുതോണി എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം കടവ് എന്ന സിനിമ എടുക്കുന്നത്. ബന്ധനം 1978, വാരിക്കുഴി 1982, ഒരു ചെറുപുഞ്ചിരി 2000. ഇത്രയും സിനിമകളാണ് MT സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് MT സംവിധാനം ചെയ്ത സിനിമകളാണ്. കടവ് സിനിമയ്ക്ക് ആധാരമായ കഥ കടത്തുതോണി, ഞാൻ സൂചിപ്പിച്ചു. കടത്തുതോണി അത് SK പൊറ്റക്കാടിൻ്റെ കഥയാണ്. ഒരു ചെറുപുഞ്ചിരി മികച്ച സംവിധായകനുള്ള പുരസ്കാരം കിട്ടിയ സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി. 2001 പരിസ്ഥിതി ദേശീയ പുരസ്കാരവും ഒരു ചെറുപുഞ്ചിരിക്കാണ്. 2001 പരിസ്ഥിതി ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയാണ് ഒരു ചെറുപുഞ്ചിരി. അത് സംവിധാനം ചെയ്തതും MT ആണ്. തെലുങ്ക് സാഹിത്യകാരൻ ശ്രീരമണയുടെ മിഥുനം എന്ന കഥയാണ് ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയ്ക്ക് ആധാരം. പലപ്പോഴും അയാൾ എന്ന കഥാപാത്രമാണ് MTയുടെ കഥകളിൽ നമുക്ക് കാണാൻ പറ്റുക. അയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MTക്കാണ് 2022. അത് പരാമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2005 മാതൃഭൂമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായിട്ടും MT പ്രവർത്തിക്കുകയുണ്ടായി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് MT പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യത്തിൻ്റെ മേഖലയിലും അദ്ദേഹം പ്രസിദ്ധമാണ്. 1001 രാത്രികൾ എന്നതിൽ നിന്ന് എടുത്തു ചേർത്തിട്ടുള്ള കഥയാണ് ദയ എന്ന സിനിമ. MT ഗാനരചന നിർവഹിച്ചത് വളർത്തുമൃഗങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയ്ക്കാണ്, വളർത്തുമൃഗങ്ങൾ. ഇനി അദ്ദേഹത്തിന് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്, ആദ്യമായിട്ട് അദ്ദേഹത്തിന് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒരു വടക്കൻ വീരഗാഥയ്ക്കാണ് 1990. പിന്നീട് 92 അദ്ദേഹത്തിന് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുകയുണ്ടായി കടവ് എന്ന് പറയുന്ന സിനിമയ്ക്ക്. നമ്മൾ പറഞ്ഞു SK പൊറ്റക്കാടിൻ്റെ കടത്തുതോണി എന്ന കഥയെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് കടവ്. അതിന് 1992 തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സതയം 1993 അദ്ദേഹത്തിന് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരിണയം 1995. അപ്പോൾ 4 തവണയാണ് അദ്ദേഹത്തിന് തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ: സ്വർഗം തുറക്കുന്ന സമയം കഥാമേഖലയിൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 25-ാം വയസ്സിൽ തന്നെ അദ്ദേഹം രചിച്ച, അല്ലേ, അന്ന് 25 വയസ്സാണ് MTക്ക് 4 കെട്ട് രചിക്കുമ്പോൾ. ആ ആദ്യ കൃതിക്ക് തന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. അതേപോലെ തന്നെ നാടക വിഭാഗത്തിൽ ഗോപുരനടയിൽ എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുള്ളൂ ഗോപുരനടയിൽ, അതിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. MTയുടെ
സാഹിത്യ സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലുള്ള സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ച് എല്ലാമുള്ള സമഗ്രമായ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കഥകളും നോവലുകളും സിനിമകളും തരാൻ വേണ്ടി അദ്ദേഹത്തിന് ദീർഘകാലം ആയുസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നവതിയുടെ നിറവിൽ നിൽക്കുന്ന MT വാസുദേവൻ നായർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.